രണ്ടാം വരവിൽ തിയേറ്ററുകളിൽ തരംഗമായി ദേവദൂതൻ. രണ്ടാം വാരത്തിലേക്ക് ഒരു സിനിമ തിയേറ്ററുകളിൽ വിജയം നേടുക എന്നത് ഇപ്പോൾ തീർത്തും വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ്. എന്നാൽ മലയാള സിനിമയെ സംബന്ധിച്ച് 2024 മികച്ചൊരു വർഷമായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ അവസരത്തിൽ പഴയൊരു ചിത്രം വീണ്ടും റിലീസ് ചെയ്താൽ എന്താകും അവസ്ഥ? 24 വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററുകളിലെത്തിയ ദേവദൂതൻ എന്ന ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മോഹൻലാൽ നായകനായി എത്തിയ ദേവദൂതൻ CB മലയിലിന്റെ സംവിധാനത്തിൽ 2000-ൽ റിലീസ് ചെയ്ത ചിത്രം അന്ന് വലിയ പരാജയമാണ് നേരിട്ടത്. പക്ഷേ ചിത്രത്തിലെ പാട്ടുകളും ബിജിഎമ്മും കഥാപാത്രങ്ങളും എല്ലാം ഏറെ ശ്രദ്ധ നേടിയിരുന്നു. എന്നാൽ രണ്ടാം വരവിൽ വൻവരവേൽപ്പാണ് ദേവദൂതന് ലഭിച്ചിരിക്കുന്നത്. 4K ദൃശ്യമികവോടെ റിലീസ് ചെയ്ത ചിത്രം പ്രേക്ഷകർ ഒന്നടങ്കം ഏറ്റെടുത്തു. പ്രത്യേകിച്ച് യുവതലമുറ. ബോക്സ് ഓഫീസിലും മികച്ച പ്രകടനമാണ് ആദ്യദിനം മുതൽ ദേവദൂതൻ കാഴ്ചവെക്കുന്നത്. നിലവിൽ രണ്ടാം വാരത്തിലേക്ക് കടന്നിരിക്കുകയാണ് ചിത്രം. ഇതുവരെ 2.20 കോടി രൂപയാണ് ചിത്രം നേടിയിരിക്കുന്നത്. ഒരു പരാജയ ചിത്രം വീണ്ടും തിയേറ്ററിലെത്തിയപ്പോൾ കിട്ടിയ മികച്ചൊരു കളക്ഷനാണ് ഇതെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നു. ജൂലൈ 26-നായിരുന്നു ദേവദൂതൻ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത്. ആദ്യദിനം 56 തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത ചിത്രം രണ്ടാം ദിനം 100ആയി വർദ്ധിപ്പിച്ചിരുന്നു. രണ്ടാം വാരത്തിലേക്ക് കടക്കുമ്പോൾ തിയേറ്റർ കൗണ്ടിൽ വലിയ വ്യത്യാസമുണ്ട്. 100-ൽ നിന്നും 143 തിയേറ്ററുകളിലാണ് ദേവദൂതൻ പ്രദർശിപ്പിക്കുന്നത്.